ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാഥ്. ഇന്നെന്താ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പി വെച്ച് നൂഡിൽസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. ഇനി ഇപ്പി നൂഡിൽസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇപ്പി നൂഡിൽസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സവാള, മീഡിയം സൈസ് സവാളയാണ്, ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. തക്കാളി ഒരു 1.5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചില്ലി സോസ് ഒരു 1/2 ടീസ്പൂൺ, ടൊമാറ്റോ സോസും ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഇത് സോയാ സോസാണ് കേട്ടോ. ഇത് ഞാൻ ഹോം മെയ്ഡ് തയ്യാറാക്കിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു 1/2 ടീസ്പൂണും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലകൾ: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും സവാള നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതായിരിക്കും. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സവാള ഇപ്പോൾ നന്നായി തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസാല നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാല നന്നായിട്ട് തന്നെ വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളി നന്നായി തന്നെ വഴണ്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സോയാ സോസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. മറ്റൊരടുപ്പിൽ ഞാൻ വെള്ളം ചൂടാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായി മിക്സിലോട്ട് നമ്മൾ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പി നൂഡിൽസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ ഇപ്പിയുടെ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതാ ഞാൻ ഇപ്പിയുടെ മസാല ഇവിടെ ചേർത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയ ഒന്നാണ് ഓർഗാനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഓർഗാനാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തന്നെ വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഇപ്പി നൂഡിൽസ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റായ ഇപ്പി നൂഡിൽസ് ഇവിടെ തയ്യാറാക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടണും കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. എൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.